ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ആഗ്ര ഫോർട്ടിലാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് എൻട്രി ഗേറ്റ്. അമർ സിംഗ് ഗേറ്റ് അല്ലെങ്കിൽ അക്ബർ ദർവാസ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗേറ്റ് കടന്നാണ് നമ്മൾ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നത്. മുഗൾ ചക്രവർത്തിയായ അക്ബർ 1565 പുതുക്കി പണിതതാണ് ഈ കോട്ട. റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോട്ടയ്ക്കുള്ളിലേക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് ഒരു റാമ്പ് കാണാം. ഇതിലൂടെയാണ് പണ്ട് രാജാക്കന്മാർ നടന്നിരുന്നത്. ഇതിൻ്റെ ചുമരിൽ നമുക്ക് ചെറിയ ഹോൾസ് കാണാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ ആന, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളും ഈ പാതയിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത്. അത് കഴിഞ്ഞ് വരുന്നൊരു സ്ഥലമാണ് ദിവാനി ആം എന്ന് പറയും. മുഗൾ കോട്ടയിലെ സാധാരണക്കാർക്കുള്ളൊരു സഭയാണിത്. 1631 ഷാജഹാൻ പണിതതാണിത്. മുകളിൽ ചക്രവർത്തിയും താഴെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഇരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് ചക്രവർത്തിക്ക് നേരിട്ട് അന്തപുരയിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. 40 തൂണുകളാണ് ഇവിടെ ഉള്ളത്. വളരെ മനോഹരമായ രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. രാജാവ് ഇരിക്കുന്നതിൻ്റെ താഴെയായിട്ട് ഒരു മാർബിളിൽ തീർത്ത ഒരു ഇരിപ്പിടമുണ്ട്. അപ്പോൾ ഈ സഭ കൂടുമ്പോൾ മന്ത്രിയാണ് ഈ പീഠത്തിൽ ഇരിക്കുന്നത്. ദിവാനി ആമിൻ്റെ മുറ്റത്തായിട്ട് നമുക്ക് ഒരു ബ്രിട്ടീഷ് ഗവർണറുടെ കല്ലറ കാണാൻ പറ്റും. ഈ സഭയുടെ മുൻവശത്തായിട്ട് നമുക്ക് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വളരെ മനോഹരമായ കെട്ടിടങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. അന്തപുരത്തിലെ സ്ത്രീകളാണ് ഈ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നത്. ഈ സ്ത്രീകൾ രാജ്ഞിമാരുടെ തോഴികളാണ്. അപ്പോൾ ഇവർക്ക് ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അനുമതിയില്ലായിരുന്നു. ഇതുവഴി കടന്നു ചെല്ലുമ്പോൾ ഈ അന്തപുരത്തെ സ്ത്രീകൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളും അതുപോലെ അവർക്ക് വേണ്ടിയുള്ള കച്ചവട സ്ഥലങ്ങളും മനോഹരമായ കൊത്തുപണികളോട് ചേർന്ന് മറ്റ് കെട്ടിടങ്ങളും കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കൊത്തുപണികളാൽ തീർത്തിരിക്കുന്ന ഒരു കൊട്ടാരമാണിത്. കുറേ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ മെല്ലെ നടന്ന് നീങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു ഗേറ്റ് കാണാൻ പറ്റും. ഗാസിനിൻ ഗേറ്റ്. നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി പണി കഴിപ്പിച്ച ഒരു കൊട്ടാരമാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. ഖാസ് മഹൽ എന്നാണ് അറിയപ്പെടുന്നത്. വെണ്ണക്കൽ മന്ദിരം. ഇത് വെള്ള മാർബിളാൽ തീർത്ത മനോഹരമായൊരു സ്ഥലമായിരുന്നു. ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഷാജഹാൻ്റെ ഭാര്യമാർ താമസിച്ചിരുന്നത്. 365ഓളം ഭാര്യമാർ ഷാജഹാന് ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഷാജഹാനും തൻ്റെ പ്രിയതമയായ മുംതാസും ഒരുമിച്ച് ഇരുന്ന സ്ഥലം. ഇത് ഷാജഹാനി മഹൽ എന്നറിയപ്പെടുന്നു. വളരെ മനോഹരമായിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കാണെങ്കിൽ ഒരു കോട്ട പോലെ ഒരു സ്ഥലം കാണാം. ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ ഏരിയയിൽ കൂടെ ജനലിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ നമുക്കാണെങ്കിൽ യമുന നദി കാണാൻ പറ്റും. യമുന നദി അതുപോലെ തന്നെ നമുക്ക് യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വെണ്ണക്കല്ലിൽ തീർത്ത മനോഹരമായ താജ്മഹലിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഷാജഹാൻ ചക്രവർത്തി ഇതിലൂടെയാണ് തൻ്റെ പ്രിയതമയായ മുംതാസിൻ്റെ ശവകുടീരം കണ്ടിരുന്നത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ജഹാംഗീരി മഹൽ എന്ന ഒരു കൊട്ടാരമാണ്. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു കൊട്ടാരമായിരുന്നു ഇത്. ഇവിടെയാണ് അക്ബറിൻ്റെ ഭാര്യമാർ താമസിച്ചിരുന്നത്. അക്ബാരി മഹൽ എന്നും ഈ കൊട്ടാരം അറിയപ്പെടുന്നു. ഈ കൊട്ടാരത്തിൽ നമുക്ക് ലൈബ്രറി കാണാൻ പറ്റും. ഇവിടെയാണ് രാജാക്കന്മാരും അതുപോലെ തന്നെ പ്രഭുക്കന്മാരും ഒക്കെ വായിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് നമുക്കാണെങ്കിൽ വാട്ടർ ഷെഡിൻ്റെ കാര്യങ്ങളും കാണാൻ പറ്റുന്നതാണ്. കൊട്ടാരത്തിന് ആവശ്യമായിട്ടുള്ള വാട്ടർ സപ്ലൈ ഇവിടെയാണ് ചെയ്യുന്നത്. അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളുമാണ്. നമ്മൾ ചെന്നപ്പോൾ ഇഷ്ടംപോലെ വവ്വാലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല സ്മെല്ലും ആയിരുന്നു ഈ ഏരിയയിൽ. ഇവിടെ കുറേ മുറികളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടംപോലെ മുറികളുണ്ടായിരുന്നു. അതിൽ ചില മുറികൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മുകളിലത്തെ നില കാണാം. പണ്ട് രാജാക്കന്മാരും റാണിമാരുമൊക്കെ ഈ മുകളിലത്തെ നിലയിൽ നിൽക്കുമായിരുന്നു. അവിടെ കൂടെ നോക്കുമായിരുന്നു.
അപ്പോൾ ഇവിടെ നമ്മൾ പോകുമ്പോൾ നമുക്കാണെങ്കിൽ ഈ കൊട്ടാരത്തിലെ ഭക്ഷണശാല കാണാൻ പറ്റും. ആഹാരം ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ വിളമ്പുന്നതുമായ ഒരു കുറച്ച് ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. രാജാക്കന്മാരും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ ഭക്ഷണം കഴിച്ചിരുന്ന ഒരു പ്ലേസ്, ഭക്ഷണശാലയാണ്. ഇതാണ് അവരുടെ ഡാൻസിങ് ഏരിയ എന്ന് പറയുന്നത്. നൃത്തവും പാട്ടും ഒക്കെ ഇവിടെ കാണും. രാജാവും രാജ്ഞിമാരും അത് ആസ്വദിക്കുമായിരുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഷാജഹാൻ ചക്രവർത്തിയെ തൻ്റെ ഭാര്യയായ മുംതാസ് മരണപ്പെട്ടപ്പോൾ താജ്മഹൽ പണിയുകയുണ്ടായി. അപ്പോൾ ഈ ഗേറ്റ് വഴിയാണ് ഷാജഹാനാണെങ്കിൽ തൻ്റെ ഭാര്യയായ മുംതാസിനെ അടക്കം ചെയ്ത താജ്മഹലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരു ഗൈഡ് പറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ആഗ്ര ഫോർട്ട്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഈ പ്ലേസ് വിസിറ്റ് ചെയ്യണം. നമ്മൾ നടന്നെത്തിയ മന്ദിരത്തിൻ്റെ പേരാണ് നാഗിര മസ്ജിദ്. എണ്ണക്കല്ലിൽ തീർത്ത മനോഹരമായ ഒരു പള്ളിയാണ് നാഗിര മസ്ജിദ്. 1635 ഷാജഹാനാണ് ഇത് പണിതത്. ഈ ഭാഗത്താണ് കൊട്ടാരത്തിലേക്കുള്ള വാട്ടർ സപ്ലൈ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പടിക്കെട്ട് കയറുകയാണ്. ഇവിടെ നമുക്കാണെങ്കിൽ കുറേ മുറികൾ പൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഈ മുറിക്കകത്ത് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതാണ് അവരിങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്. അന്തപുരത്തെ സ്ത്രീകളാണ് ഈ ഏരിയയിൽ താമസിച്ചിരുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്താണ് മീനാ ബസാർ സ്ഥിതി ചെയ്യുന്നത്. മീനാ ബസാർ എന്ന് പറയുമ്പോൾ ഒരു ചന്തയാണ്. ഈ അന്തപുരത്തിലെ സ്ത്രീകൾക്ക് പുറത്തു പോകാൻ അനുമതിയില്ല. അപ്പോൾ അവർ ഇവിടെ നിന്നാണ് സൗന്ദര്യവർദ്ധനവിനുള്ള വസ്തുക്കളെല്ലാം വാങ്ങിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് ഈ മീനാ ബസാറിൽ നിന്നാണ്. അത് കഴിഞ്ഞ് വരുന്ന ഒരു സ്ഥലമാണ് ദിവാനി ഖാസ്. ചക്രവർത്തിയുടെ പ്രഭുസഭ സമ്മേളിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. മുറ്റത്ത് കറുത്ത ഒരു ഇരിപ്പിടവും ഉണ്ട്. അതിനെ ജഹാംഗീർ സിംഹാസനം എന്നാണ് പറയുന്നത്. ഈ കെട്ടിടത്തിന് 2 ഭാഗങ്ങളുണ്ട്. മുന്നിലെ ഭാഗം എപ്പോഴും തുറന്നു കിടക്കും. ഉള്ളിലെ അറയാണെങ്കിൽ 5 കമാനങ്ങളാൽ വേർതിരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഷാജഹാനെ തടവിലാക്കിയ ഭാഗം നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു ഭാഗത്ത് ഷാജഹാൻ്റെ ഇരിപ്പിടം നമുക്ക് കാണാം. തക് ഇ ഷാജഹാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് താജ്മഹൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഷാജഹാൻ്റെ തടവറ കാണാം. വളരെ മനോഹരമായ ഇഷ്ടംപോലെ ജനലുകൾ തീർത്ത ഒരു ഏരിയയാണ്. ഇവിടെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും നമുക്ക് താജ്മഹൽ കാണാം. ഷാജഹാൻ തടവിലായി കിടന്ന ഈ സ്ഥലത്തെ നൂർ മഹൽ എന്നാണ് അറിയപ്പെടുന്നത്. പൂർണ്ണമായും മാർബിളിൽ കൊത്തുപണികൾ ചെയ്ത ഒരു മനോഹരമായ ഒരു തടവറയാണ് തൻ്റെ മകൻ ഷാജഹാന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം ഒരു 8 വർഷത്തോളം ഷാജഹാൻ ചക്രവർത്തി തടവിൽ കഴിയുകയും പിന്നീട് അദ്ദേഹം മരണപ്പെടുകയുമാണ് ചെയ്തിരുന്നത്. ഷാജഹാൻ ചക്രവർത്തിയുടെ ഇളയ മകനായ ഔറംഗസേബിന് മുഗൾ സാമ്രാജ്യത്തോട് അതിയായ ആഗ്രഹം തോന്നുകയും ആ ഭരണം തനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭരണം കിട്ടാൻ വേണ്ടി തൻ്റെ സഹോദരങ്ങളെ കൊല്ലുകയും തൻ്റെ പിതാവിനെ വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തു. അങ്ങനെ ഷാജഹാൻ ചക്രവർത്തി 8 വർഷത്തോളം ഇവിടെയാണ് വീട്ടുതടങ്കലിൽ കഴിഞ്ഞിരുന്നത്. ഈ ജയിലിലായിട്ടാണ് ചക്രവർത്തി കഴിഞ്ഞിരുന്നത്. ഇവിടെ വിലപ്പെട്ട പല വസ്തുക്കളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ചില വാതിലുകളെല്ലാം അടഞ്ഞാണ് കിടന്നിരുന്നത്. അവിടെ ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഷാജഹാൻ ചക്രവർത്തിയുടെ കൊട്ടാരമാണ് ഇത്. ഇവിടെയാണ് ഷാജഹാനും അദ്ദേഹത്തിൻ്റെ പത്നിയായ മുംതാസും താമസിച്ചിരുന്നത്. അപ്പോൾ ഈ കൊട്ടാരത്തിലെ ഈ റൂമിലാണെങ്കിൽ നിറയെ കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ചുവരിലാണെങ്കിൽ ഇഷ്ടംപോലെ രത്നവും മുത്തും പവിഴവും അതേപോലെ സ്വർണവും തീർത്ത വർക്കുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇപ്പോൾ നമുക്ക് അതൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം ഈ ചുമരിലുണ്ടായിരുന്ന സ്വർണവും അതുപോലെ തന്നെ രത്നങ്ങളും ഒക്കെ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുത്ത സമയത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഒരു ലാമ്പുണ്ട്. ആ ലാമ്പ് തെളിക്കുമ്പോൾ ഈ സ്വർണ്ണം എല്ലാം നല്ല റിഫ്ലക്റ്റ് ചെയ്ത് രത്നങ്ങളും നല്ലതായിട്ട് തിളങ്ങുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു പണ്ട്. ഇത് നമ്മൾ ജനലിൽ കൂടെ നോക്കിയ ഒരു കാഴ്ചയാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മുഗൾ രാജവംശത്തിലെ രാജാക്കന്മാരും രാജകുടുംബാംഗങ്ങളും പോയിരുന്ന ശൗചാലയമാണ്. ഇവിടെ നിറയെ മിറർ വർക്ക് നമുക്ക് കാണാം. ആഗ്ര ഫോർട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.